الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره صدق الله العلي العظيم. സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ 3 ഖുതുബകളിലായി പ്രവാചകന്മാരൊന്നിച്ച് ശക്തമായി എതിരിട്ട ശിർക്കിൻ്റെ 3 വശങ്ങൾ വിവരിക്കുകയുണ്ടായി. വളരെ സംക്ഷിപ്തമായിട്ടാണ് അത് വിവരിച്ചത്. എന്നാലും കേട്ടവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. മനുഷ്യൻ്റെ ചെറിയ ജീവിതത്തെക്കുറിച്ചും ആ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ചും അവൻ കടന്നു ചെല്ലുന്ന വിശാലമായ അറ്റമില്ലാത്ത പരലോകത്തെക്കുറിച്ചും ചില സൂചനകൾ നൽകുകയാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം 30-ാം ഭാഗം എന്ന് നമ്മൾ പറയുന്ന ചെറിയ ചെറിയ സൂറകളുള്ള ആ ഭാഗം പരലോകത്തെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചും ഭൂലോകത്ത് ജീവിക്കുന്ന സൃഷ്ടിജാലങ്ങളിലെ നമുക്കറിയാവുന്ന ഉത്കൃഷ്ട ജീവികളായ മനുഷ്യരെക്കുറിച്ചും അവരുടെ അന്ത്യത്തെക്കുറിച്ചുമൊക്കെ വിവരിക്കുന്ന ഭാഗങ്ങളാണ്. സിൽസാൽ എന്ന് പറയുന്ന അധ്യായമാണ് ചെറിയ ഒരു അധ്യായം. വളരെ വലിയ
സന്ദേശങ്ങൾ നൽകി നമ്മെ ഏതോ ഒരു ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതിന് ശേഷമുള്ള 2 അധ്യായങ്ങളും അങ്ങനെ തന്നെയാണ്. 3-ാമത്തെ അധ്യായവും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഭൂമി വളരെ ശക്തിയായി പ്രകമ്പനം കൊള്ളുമ്പോൾ, ഭൂകമ്പമുണ്ടാകുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാക്കാം. വാഖ്റജത്തിൽ അർളു അസ്ഖാലഹ, ആ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന മുഴുവൻ ഭാരവും അത് പുറത്തേക്ക് തള്ളുകയും ചെയ്യുമ്പോൾ ഈ ഭൂമിക്ക് എന്ത് പറ്റി എന്ന് മനുഷ്യർ വിഭ്രാന്തിയോടുകൂടെ ചോദിക്കുമ്പോൾ ഭൂമി അതിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയും. അല്ലാഹു നൽകിയ ബോധനം അനുസരിച്ച് പറയാനുള്ളതൊക്കെ ആ ഭൂമി പറയും. യൗമയിദി യസ്തുറുന്നാസു അഷ്താത്തൻ ലിയുറൂ അഅമാലഹും, ഭൂമിയിൽ ജീവിക്കുവാൻ അവസരം നൽകിയല്ലോ മനുഷ്യന്. ആ അവസരം ലഭിച്ചിട്ട് അവൻ ആ അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്തി, അവൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ എന്തൊക്കെ, അതൊക്കെ നോക്കിക്കാണുവാൻ വേണ്ടി അന്തം വിട്ടുകൊണ്ട് എവിടെ നിന്നോ അവർ കൂട്ടം തെറ്റി ഓടി ഓടി വരികയാണ്. യസ്തുറുന്നാസു അഷ്താത്തൻ, ചിന്നിച്ചിതറി കൂട്ടം തെറ്റി ഓടി ഓടി വരികയാണ്. എവിടെ നിന്നാണ് അവർ എഴുന്നേറ്റ് വരുന്നത്? വിവരിക്കുവാൻ അവിടെ ആരുമില്ല, അവർക്കും അറിഞ്ഞുകൂടാ. ഏതോ ഒരു വിളി അവർ കേട്ടു. ആ കേട്ട വിളിയിൽ ആ വിളിയും കേട്ടുകൊണ്ട് അവർ ഓടി. എവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് അവർക്കറിഞ്ഞുകൂടാ, ആരാണ് വിളിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഓടുകയാണവർ. ആരും ആരെയും നോക്കുന്നില്ല, ആരും ആരെയും ശ്രദ്ധിക്കുന്നുമില്ല. ഒരു ബന്ധങ്ങളും അവിടെയില്ല. എവിടെ നിന്നോ ആരുടെയോ വിളി കേട്ടവർ ഓടുകയാണ്. എന്തിനാണ് അവർ ഓടുന്നത്? അവരുടെ കർമ്മങ്ങൾ അവർക്ക് കാണിക്കപ്പെടാൻ പോവുകയാണ്. എവിടെയോ അത് പ്രദർശിപ്പിക്കുന്നുണ്ട്. അവർ ചെയ്ത കർമ്മങ്ങൾ അത് നല്ലതായാലും അല്ലെങ്കിലും അതെവിടെയോ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആ പ്രദർശന മേഖലയിലേക്ക് അവർ ഓടുകയാണ്. അന്തം വിട്ടോടുകയാണ്, കൂട്ടം തെറ്റി ഓടുകയാണ്. അഷ്ടാത്തൻ ലിയുറൂ അഅമാലഹും. ഒരു കാര്യം അറിയൂ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ഒരണുവളവ് ആരെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ കാണും, ആ പ്രദർശനത്തിൽ അവിടെ കാണും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരണുവിന്റെ തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ആ പ്രദർശന മേളയിൽ അവൻ കാണും. അങ്ങോട്ടാണ് അവൻ ഓടുന്നത്. അവൻ ചെയ്ത കർമ്മങ്ങൾ ആ നല്ല കർമ്മങ്ങളാണെങ്കിൽ ആ നല്ലത് കാണാൻ, നല്ലതല്ലാത്തതാണ് അവൻ ചെയ്തതെങ്കിൽ അത് കാണാൻ ആരുടെയോ വിളി കേട്ടവൻ ഓടുകയാണ്. എല്ലാവരും ഓടുകയാണ്. എല്ലാ മനുഷ്യരും ഓടുകയാണ്. വരിവരിയായി അല്ല, കൂട്ടം തെറ്റി ഓടുകയാണ്. വെപ്രാളത്തിൽ ഓടുകയാണ്. ഭൂമി അതാ കുലുങ്ങുകയാണ്. പ്രപഞ്ചമാകെ പൊട്ടിത്തകരുകയാണ്. അവന് മനസ്സിലാക്കാൻ പറ്റുന്നതെല്ലാം തകർന്ന് തരിപ്പണമാവുകയാണ്. വളരെ വിശാലമായ ഒരു പ്രദർശന മേഖലയിലേക്ക് അതാ ഒരു വിളി കേട്ടവൻ ഓടുകയാണ്. കാണും അവിടെ അവന്റെ കർമ്മങ്ങൾ അവൻ കാണും. കാണും അവരവിടെ അവർ ചെയ്തിട്ടുള്ള മുഴുവൻ കർമ്മങ്ങളും. യൗമൈദി യസ്തുറുന്നാസു അഷ്താത്തൻ ലിയുറൂ അഅമാലഹും. അവിടെ കാണിക്കാൻ പോവുകയാണ്. ആ പ്രദർശന ഹാളിൽ എന്തൊരു ചിത്രീകരണം! ഞാനും നിങ്ങളും നാളെ അല്ല അടുത്ത നിമിഷത്തിൽ ഈ ജീവിതം അവസാനിച്ചു പോകുമല്ലോ.
എങ്ങോട്ടാണ് പോവുക എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. എപ്പോഴാണ് പോവുക എന്ന് നമുക്കാർക്കും അറിയില്ല. പോയി കഴിഞ്ഞാൽ ആ പ്രദർശന ഹാളിലേക്ക് നമ്മെ വിളിക്കുന്നത് എപ്പോൾ എന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ, ആ കർമ്മങ്ങളെ നമുക്കെടുത്തു കാണിക്കുന്ന ആ പ്രദർശന ഹാളിലേക്ക് എപ്പോഴാണ് നമ്മൾ ചെന്നു ചേരുക എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഞാൻ ആലോചിച്ചിട്ടുണ്ടോ? നാം ആലോചിച്ചിട്ടുണ്ടോ? അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവസാന നാളിൽ, എനിക്ക് തോന്നുന്നു ഹജ്ജത്തുൽ വിദാഇന്റെയും ശേഷം ഈ ലോകത്തോട് യാത്ര പറയാൻ പോകുമ്പോൾ, രോഗശയ്യയിലായി നടക്കാൻ വയ്യാതെ വീട്ടിന്റെ ഉള്ളിൽ കഴിയുമ്പോൾ, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ ഫദ്ലാണെന്ന് തോന്നുന്നു, നബിയുടെ അടുത്ത് ചെല്ലുമ്പോൾ, ഫദ്ല് നബിയുടെ മുത്താപ്പയുടെ മകനാണല്ലോ, കഴുത്തിൽ പിടിച്ച് തോളിൽ പിടിച്ച്, ഫദ്ലെ എന്നെ നീ ഒന്ന് അങ്ങോട്ട് ആ മിമ്പറിന്റെ അടുത്തേക്ക് എത്തിക്കണം. അല്ലാഹുവിന്റെ റസൂല് ഫദ്ലിനെ തോളിൽ പിടിച്ചുകൊണ്ട് മദീന മുനവ്വറയുടെ മിമ്പറിന്റെ മുമ്പിൽ പോയി നിന്നു. നിൽക്കാൻ വയ്യ, ആ മിമ്പറിൽ ഇരുന്നു. അന്ത്യയാമങ്ങളിലൂടി അള്ളാഹുവിന്റെ റഫീഖുൽ അലയിലേക്ക് കടന്നു പോകാൻ, ഉയർന്നു പോകാൻ സമയമായ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്നു. പള്ളിയിൽ ഹാജരായ ആളുകളോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ അബ്ദുള്ളയുടെ പുത്രനായ മുഹമ്മദ് നിങ്ങളുടെ മുമ്പിൽ. നിങ്ങളുടെ ദൂതൻ, അള്ളാഹുവിന്റെ ദൂതൻ, നിങ്ങളുടെ പ്രവാചകൻ, നിങ്ങളുടെ കൂടെ ജീവിച്ച ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ. എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഇത്രയും കാലം ജീവിച്ചു. പലതും നിങ്ങളോടൊപ്പം ഞാൻ പങ്കിട്ടു. ഞാൻ നിങ്ങളെ വല്ലവരെയും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാം. ഞാൻ നിങ്ങളെ ആരെയെങ്കിലും അഭിമാനം കവർന്നുകൊണ്ട് നിങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാം. ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ, എന്റേതെല്ലാം ഇതാ നിങ്ങളുടെ മുമ്പിൽ. നിങ്ങളുടെ സമ്പത്ത് ഞാൻ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്നിൽ നിന്ന് വാങ്ങാം. നാളത്തേക്ക് നിങ്ങളൊന്നും മാറ്റിവെക്കരുത്. എന്റെ റബ്ബ് എന്നോട് ചോദിച്ചു, എന്ത് വേണം? ഈ ആളുകളുടെ അനുയായികളുടെ കൂടെ നിനക്ക് ഇനിയും ജീവിക്കണോ? അതല്ല നിന്റെ റബ്ബിന്റെ ഉന്നത സ്ഥാനത്തേക്ക് തിരിച്ചു വരണോ? എന്റെ റബ്ബിനോട് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് തിരിച്ചു ചെല്ലാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. ആരും കരയും. അതിന്റെ അർത്ഥം ഇതാണ്, ഞാനിതാ പോവുകയാണ്. ഇനി എനിക്ക് സമയമില്ല, കാലമില്ല. ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മുമ്പിൽ ഇതാ രണ്ട് കൈയും നീട്ടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. എന്റെ കയ്യിൽ ആയുധമില്ല. നിങ്ങളെ ഭയപ്പെടുത്തുവാൻ ഒന്നും എന്റെ കയ്യിലില്ല. ആരെയെങ്കിലും ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾ പ്രതികാരം ചെയ്യണം. നാളത്തേക്ക് നിങ്ങൾ വെക്കരുത്, പരലോകത്തിലേക്ക് വെക്കരുത്. കർമ്മഫലങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന ഖബറുകളിൽ നിന്നും എവിടെയാണോ പടച്ചതമ്പുരാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അവിടെ നിന്നും കൂട്ടം തെറ്റി ഓടി വരുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടാകും. അവിടത്തേക്ക് എന്റെ കർമ്മങ്ങൾ, അതിലെ തെറ്റുകൾ നിങ്ങൾ ബാക്കി വെക്കരുത്. ളുഹറിന്റെ സമയമായി ളുഹർ നിസ്കരിച്ചു. പ്രവാചകൻ പോകുന്നില്ല. ളുഹർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ ഇരുന്നു. ഞാനത് ആവർത്തിക്കുന്നു നിങ്ങളോട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രതികാരം ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യണം.
നിങ്ങളെ മാനം കെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സദസ്സിൽ എന്നെ മാനം കെടുത്താം. ഇതിനേക്കാൾ വലിയ ഒരു സദസ്സിലേക്ക് നിങ്ങളത് ബാക്കി വെക്കരുത്. ആദം അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് അന്ത്യനാൾ വരെ വരുന്ന വന്നുപോയിട്ടുള്ള മുഴുവൻ മനുഷ്യരും വരാനുള്ള മനുഷ്യരും ഒന്നിച്ചൊരുമിച്ച് കൂടുന്ന ഒരു വലിയ ഹാളിലായിരിക്കുമല്ലോ ആ പ്രദർശനം. ആ പ്രദർശനത്തിൽ എനിക്ക് എന്റെ തെറ്റുകൾ നോക്കിക്കാണാൻ ഇടവരരുത്. ഇവിടെ നിന്ന് നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരിക. ഒരാൾ എഴുന്നേറ്റ് നിസ്സാരമായ ഒരു കാര്യം പറഞ്ഞു. അള്ളാന്റെ റസൂലെ, ഞാനും അങ്ങുമായി ഒരു 3 ദിർഹമിന്റെ ഇടപാടുണ്ട്. 3 ദിർഹം അതങ്ങോട്ട് കൊടുത്തു. വേറെ ആരും ഒന്നും പറയുന്നില്ല. കരയുകയാണ് ആളുകൾ. പോവുകയാണല്ലോ. ആരാണീ പറയുന്നത്? 63-ാമത്തെ വയസ്സിലേക്ക് കാലുവെച്ചിട്ടുള്ള ലോകം കണ്ടതിൽ ഏറ്റവും വലിയ നിസ്തുലമായ ഒരു വിപ്ലവത്തിന് രൂപം നൽകി. ഒട്ടകത്തിന്റെ മൂക്കേറി പിടിച്ചിരുന്ന ഒരു ജനതയുടെ കയ്യിൽ ഒരു രാഷ്ട്രത്തിന്റെ ആദർശ നിബിഡമായ ഒരു രാഷ്ട്രത്തിന്റെ കടിഞ്ഞാണെടുത്തു കൊടുത്ത്, ചെങ്കോലെടുത്തു കൊടുത്ത്, മർദ്ദന പീഡനങ്ങളിൽ നിന്ന് മാനവരാശിയെ മോചിപ്പിച്ച് അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പറവകൾക്ക് പോലും വെള്ളത്തിൽ ഊളിയിടുന്ന മത്സ്യങ്ങൾക്കും കരയിലും കാട്ടിലും ജീവിക്കുന്ന ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും അഭയം നൽകിയ ഒരു വലിയ സന്ദേശം ഈ ലോകത്തിന് സമർപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 63-ാമത്തെ വയസ്സിൽ രോഗശയ്യയിൽ നടക്കാൻ വയ്യാതെ സഹോദരൻ തോളിൽ പിടിച്ചുകൊണ്ട് മദീന പള്ളിയുടെ മിമ്പറിൽ ഇരുന്നു കൊണ്ട് അപേക്ഷിക്കുകയാണ്, യാചിക്കുകയാണ്. അനുയായികളുടെ മുമ്പിൽ വിനയാന്വിതനായി യാചിക്കുകയാണ്. ആ പ്രായം കഴിഞ്ഞ് 4 കൊല്ലവും കഴിഞ്ഞ് ജീവിക്കുന്നു ഞാൻ. എന്റെ മനസ്സിൽ ഈ വികാരം ഇന്നുവരെ വന്നില്ല. ഇത്രയും കാലം ഞാൻ ഈ ലോകത്ത് ജീവിച്ചുവല്ലോ. ആ പ്രവാചകന്റെ അനുയായികളിൽ ഒരാളായി ജീവിച്ചിട്ട് തരിമ്പും ഈ ലോകത്തൊരു മാറ്റവും വരുത്താൻ കഴിയാതെ, ഈ ലോകത്തുള്ള മനുഷ്യർക്കൊരു സംഭാവനയും നൽകാൻ കഴിയാതെ 4 കൊല്ലം പിന്നിട്ട്, ആ പ്രായവും കഴിഞ്ഞ് 4 കൊല്ലം പിന്നിട്ട്, എന്നിട്ടും എനിക്ക് വിനയാന്വിതനായി എന്റെ മുമ്പിലുള്ള മനുഷ്യരുടെ മുമ്പിൽ നിലയുറപ്പിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് മാപ്പ് നൽകണമെന്ന് പറയാനുള്ള മനസ്സ് എനിക്ക് ലഭിച്ചില്ലല്ലോ, എനിക്ക് തോന്നിയില്ലല്ലോ. ഞാൻ എന്നോട് ചോദിക്കുന്നു, നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കുക. ബദർ യുദ്ധം നടക്കുമ്പോൾ അണികളെ അണിയണിയായി നിർത്തുന്ന സമയത്ത് ആരോ ഒരാള് അണിതെറ്റി നിന്നു. സവാദ് റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു. നേരെ നിർത്തിയപ്പോൾ നബിയുടെ കയ്യിലുണ്ടായിരുന്ന ആ വടി കൊണ്ട് അദ്ദേഹത്തിന്റെ വയറ്റത്തൊന്നിങ്ങനെ കുത്തി. അദ്ദേഹം തിരിഞ്ഞു നിന്നു. അങ്ങ് എന്തിനാണ് എന്നെ കുത്തിയത്? നബി പറഞ്ഞു, നേരെ നിൽക്കാൻ പറഞ്ഞാ പോരെ. അല്ലാഹുവിന്റെ റസൂലിനോട് അദ്ദേഹം കയർക്കുകയാണ്. അനുയായികൾ ക്ഷുഭിതരാകുന്നുണ്ടാകാം, പക്ഷേ നബി ശാന്തനായി. ആ വടി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത് സവാദിനോട് പറഞ്ഞു, തിരിച്ച് നിന്നെ ഞാൻ കുത്തിയതുപോലെ എന്നെയും നീ കുത്ത്. വേദനിപ്പിക്കാൻ കുത്തിയതല്ല ഞാൻ, പക്ഷേ സവാദെ നീ എന്നെയും തിരിച്ചു കുത്ത്. സവാദ് പറഞ്ഞു, അങ്ങനെയല്ല, അങ്ങയുടെ നഗ്നമായ വയറ്, ആ വയറ്റത്ത് വേണം എനിക്ക് കുത്താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖമീസ് കുപ്പായം മാടി വയറ് കാണിച്ചു കൊടുത്തു സവാദിന്. സവാദ് ആ വടി മാറ്റിക്കൊണ്ട് ആ പുണ്യമായ പ്രവാചകന്റെ വയറ്റത്ത് ചുംബിച്ചു. പ്രവാചകനെയും അനുയായികളെയും കൂട്ടുകാരെയും സൂചിമുനയിൽ നിർത്തിക്കൊണ്ട് കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയല്ലോ. നിർവികാരനായി വിനയാന്വിതനായി നിൽക്കുന്ന പ്രവാചകനെ ഒന്നോർത്തു നോക്കൂ.
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികത്ത് ചെന്ന് നിൽക്കേണ്ടവരാണല്ലോ ഞാനും നിങ്ങളുമൊക്കെ. ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. വലിച്ചു കയറ്റിയ ശ്വാസം പുറത്തേക്ക് വിട്ട ശ്വാസം പിന്നീട് വലിക്കാൻ കഴിയാതെ പോയാൽ ജീവിതം അവസാനിച്ചു. ഉണ്ടല്ലോ ഇനി അപ്പുറം ഒരു ലോകം. ആ ലോകത്ത് ചെല്ലുമ്പോൾ വെള്ളക്കടലാസ് പോലെ, മങ്ങലേറ്റിട്ടില്ലാത്ത ഒരു കണ്ണാടി പോലെ നമ്മുടെ കർമ്മജീവിതത്തെ മാറ്റിയെടുക്കുവാൻ നാം എപ്പോഴെങ്കിലും ഒന്ന് മാറി ചിന്തിക്കുവാൻ സന്നദ്ധരായിട്ടുണ്ടോ? ലോകത്ത് മനുഷ്യ സമൂഹത്തിന് വിഭാവന ചെയ്യാൻ കഴിയാത്ത മഹത്തായ മാറ്റമുണ്ടാക്കിയ പ്രവാചകൻ 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിനയാന്വിതനായി യാത്ര പറയുന്നു. എന്റെ അല്ലാഹു എനിക്കായി തിരഞ്ഞെടുത്തിട്ടുള്ള റഫീഖുൽ അഅലയിലേക്ക് ഞാൻ പോവുകയാണ്. ഞാൻ ജീവിച്ചത് നിങ്ങളുടെ കൂടെയാണ്. നിങ്ങളോടൊപ്പം നമ്മളോടൊപ്പം നമ്മളെല്ലാവരും ജീവിച്ചുവല്ലോ. 60, 70, 80 അങ്ങനെ ആ പ്രവാചകന്റെ പ്രായവും കഴിഞ്ഞ് ഭൂലോകത്ത് ജീവിക്കുന്നു. ഈ ലോകത്ത് നമ്മൾ എന്തിന് ഏതെങ്കിലും ഒരു വസ്തുവിന് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടോ? മറിച്ച് ഈ ലോകത്തുള്ള ഒരുപാട് വസ്തുക്കളെ നമ്മൾ ഉപദ്രവിച്ചിട്ടില്ലേ? നമ്മളെപ്പോലെയുള്ള മനുഷ്യരെ നമ്മൾ ഉപദ്രവിച്ചിട്ടില്ലേ? നാവുകൊണ്ടും കൈകൊണ്ടും മനസ്സുകൊണ്ടുമൊക്കെ നമ്മൾ ഉപദ്രവിച്ചിട്ടില്ലേ? എപ്പോഴെങ്കിലും ഒരു പശ്ചാത്താപബോധം ഈ മനുഷ്യരോട് കാണിച്ച ക്രൂരതയ്ക്ക് ഒരു പശ്ചാത്താപബോധം നമുക്കുണ്ടായിട്ടുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത ഒരുപാട് കുറ്റങ്ങളുമായി ആ പ്രദർശന ഹാളിലേക്ക് പോകേണ്ടവരല്ലേ നമ്മൾ? അവിടെ നമ്മൾ പരിഭ്രാന്തരായി, ബേജാറായി, കുട്ടം തെറ്റി ഓടി ചെല്ലുകയാണ്. എന്തിനാണ്? നമ്മൾ ചെയ്ത കർമ്മങ്ങൾ കാണാൻ. അതവിടെയുണ്ട്, അതവിടെ പ്രദർശിപ്പിക്കുകയാണ്, അത് കാണാൻ പോവുകയാണ്. ആ കർമ്മങ്ങൾ കാണിച്ച് അല്ലാഹു ആ സംഭവം അവസാനിപ്പിക്കുമെങ്കിൽ നമുക്ക് ആശ്വസിക്കാം. ഇല്ല, അവിടെയാണ് പിന്നീട് നീതിയുടെ വിചാരണ നടക്കുന്നത്. ഏറ്റവും വലിയ നീതിയുടെ വിചാരണ മനുഷ്യരിൽ മാത്രമല്ല, ജീവജാലങ്ങളിൽ പോലും. പടച്ചതമ്പുരാൻ പടച്ചുവിട്ട മൃഗങ്ങൾ അന്യായമായി മറ്റു മൃഗങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും അവരെ വിചാരണ ചെയ്തുകൊണ്ട് ആ വിചാരണയ്ക്ക് ശേഷം അവരെ മണ്ണാക്കി മാറ്റി പിന്നീട് ഒരു ജീവിതമില്ലാതെ അവരെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ പ്രപഞ്ചത്തിലെ ഉത്കൃഷ്ടനായ മനുഷ്യന്റെ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല. അവന്റെ കർമ്മങ്ങൾ ലോകത്തൊരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് തുടരണം. അവന്റെ ജീവിതം തുടരണം. അവൻ ചെയ്ത ക്രൂരകൃത്യങ്ങളൊക്കെ ആ പ്രദർശന ഹാളിൽ അവൻ കണ്ടു. അവൻ ഭയപ്പെട്ടു, വെപ്രാളപ്പെട്ടു. അവിടെ അവസാനിക്കുന്നില്ല. എന്തിനു നീ ഇത് ചെയ്തു? എന്തിനാണ് നീ ഇത് ചെയ്തത്? അല്ലയോ ഫിർഔൻ, സുഖലോലുപനായി ജീവിക്കുവാൻ നിനക്കൊരുപാട് ഞാൻ തന്നില്ലേ? ഒരു രാജ്യം നിനക്ക് തന്നില്ലേ? ആ രാജ്യത്തെ മുഴുവൻ വിഭവങ്ങളും നിനക്ക് നൽകിയില്ലേ? ആ വിഭവങ്ങളിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? ഒഴുകിക്കൊണ്ടിരിക്കുന്ന നീൽ നദി, ആ നീൽ നദിയുടെ മുകളിൽ നിന്റെ കൊട്ടാരം, ആ കൊട്ടാരത്തിൽ നിന്ന് ആ നദിയിലേക്ക് ഇറങ്ങുവാൻ പടവുകൾ, ആ പടവിലൂടെ ഇറങ്ങിച്ചെന്നുകൊണ്ട് കുളിക്കുവാൻ നിനക്ക് ശുദ്ധമായ വെള്ളം, നിനക്ക് ആവശ്യമുള്ള മുഴുവൻ വിഭവങ്ങളും നിനക്ക് ഉപയോഗിക്കുവാൻ, വിശക്കുമ്പോൾ തിന്നാൻ നിനക്ക് ഭക്ഷണം നൽകി. അങ്ങനെ നിനക്ക് ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ഞാൻ നൽകി. അല്ല ഫിർഔൻ, നീ എന്തിന് ഇസ്രായേലി വംശജരായ പിഞ്ചോമന കുഞ്ഞുങ്ങളെ കൊല ചെയ്തു? അല്ല ഫിർഔൻ, നിന്റെ കൊട്ടാരത്തിൽ ഒരുപാട് തരുണികൾ ഉണ്ടായിരുന്നില്ലേ? നീ എന്തിന് ആ ഇസ്രായേലി പെൺകുഞ്ഞുങ്ങളെ, പ്രായമെത്തിയിട്ടില്ലാത്ത പെൺകുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തുകൊണ്ട് കൊന്നു? നീ മാത്രമല്ലല്ലോ, നിന്റെ കുടുംബങ്ങൾക്ക്, രാജകുടുംബത്തിന് മുഴുവൻ
അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നീ വകവെച്ചു കൊടുത്തു. ഫിറഔൻ എന്തിനത് ചെയ്തു? ഫിറഔൻ അവൾ നോക്കിക്കാണുകയാണ്. അദ്ദേഹം ആ പ്രദർശന ഹാളിലുണ്ട്. അറുകൊല ചെയ്യപ്പെട്ട പിഞ്ചോമന കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്. മാനഭംഗപ്പെടുത്തപ്പെട്ട സ്ത്രീകൾ അവിടെയുണ്ട്. ക്രൂരന്മാരായ ഭരണാധികാരികളെ അല്ലാഹു അവിടെ വിചാരണ ചെയ്യുകയാണ്. കണ്ടില്ലേ നീ നിന്റെ പ്രദർശന ഹാളിൽ നീ കണ്ടില്ലേ നീ ചെയ്ത കുറ്റം? നിന്റെ തരുണിയായ നിന്റെ ഭാര്യയെ പലകയിൽ മലർത്തിക്കിടത്തി കൈകാലുകൾ ആണിവെച്ച് അങ്ങനെ ഇഞ്ചിഞ്ചായി നീ കൊല്ലുമ്പോൾ എന്തിനത് ചെയ്തു? നിന്റെ ഭാര്യയായിരുന്നില്ലേ? അതൊരു പെൺപിടയായിരുന്നില്ലേ? മാലാഖ പോലെ പരിശുദ്ധിയായ ഒരു പെൺകുട്ടി നിന്റെ ഇണയായിരുന്നില്ലേ? എന്തിന് നീ അതിനെ കൊന്നു? എന്തേ അത് നിന്നോട് തെറ്റ് ചെയ്തു? ഞാനാകുന്ന നിന്റെ ആ നാഥൻ, പ്രപഞ്ചത്തിന്റെ നാഥനായ എന്നിൽ വിശ്വസിച്ചു എന്നല്ലാത്ത ഒരു കുറ്റം ആരോപിക്കുവാൻ നിനക്കുണ്ടോ? സ്വർഗത്തിലേക്ക് പോകുമ്പോൾ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിറഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. പടച്ചവനെ, നിന്റെ സ്വർഗത്തിൽ എനിക്കൊരു വീട് കൊണ്ടാ. പടച്ചവനെ, നിന്റെ സ്വർഗത്തിൽ എനിക്കൊരു വീട് കൊണ്ടാ. ആ വീട്ടിലേക്ക് ഞാൻ വരികയാണ് റബ്ബേ. നിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി മരണത്തോടടുത്തപ്പോൾ നിന്റെ ഭാര്യ പറഞ്ഞത് ഇതല്ലേ? വനജ്ജിനി മിൻ ഫിറഔന വഅമലിഹി. ഈ ഫിറഔനിന്റെ അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ഫിറഔനിൽ നിന്നും റബ്ബേ എന്നെ നീ രക്ഷിക്കണമേ. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരിൽ നിന്ന് പടച്ചവനെ നീ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നീ ക്രൂരമായി ശിക്ഷിക്കുമ്പോൾ നിന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ ആസിയ എന്ന് പറയുന്ന നിന്റെ തുണ, എന്തിന് നീ അതിനെ കൊന്നു? എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞതല്ലാത്ത മറ്റൊരു കുറ്റം ആരോപിക്കുവാൻ നിന്റെ ഇണയോട് നിനക്കുണ്ടോ? എന്തിന് നീ കൊന്നു? അതാണ് അവിടുത്തെ വിചാരണ, നീതിയുടെ വിചാരണ. കൊല്ലപ്പെട്ട അനേകായിരം പാവപ്പെട്ട മർദ്ദിതരായ ജനങ്ങൾ, കുട്ടികൾ, സ്ത്രീകൾ കൂട്ടം കൂട്ടമായി നിൽക്കുമ്പോൾ അവരെ കൊല ചെയ്ത ഫിറഔനിന്റെ കുടുംബം അവർ ചെയ്ത ക്രൂരതകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതാ നോക്ക്, നിന്റെ കർമ്മങ്ങളാണ് ആ കാണുന്നത്. ഈ പ്രദർശന ഹാളിൽ നിങ്ങൾ കാണുന്നത് എന്താണ് നിങ്ങളോട് ഇവർ ചെയ്തത്? എന്താണ് ഇതിനോട് ചെയ്തത്? നിങ്ങളോട് എന്ത് ചെയ്തു? വമാ നഖമു മിൻഹും ഇല്ലാ യുമിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. പ്രതാപശാലിയായ സ്തുത്യർഹനായ ലോകരക്ഷിതാവിൽ വിശ്വസിച്ചു എന്നതല്ലാത്ത ഒരു കുറ്റം ആരോപിക്കുവാൻ നിങ്ങൾക്കുണ്ടായിരുന്നോ ഇവർക്കെതിരിൽ? അതവിടെ ഫിറഔനോട് ചോദിക്കുന്നു. അതേ ചോദ്യം നമ്രൂദിനോട് ചോദിക്കുന്നു. അതേ ചോദ്യം കഴിഞ്ഞു കടന്നു പോന്ന ക്രൂരന്മാരായ ഭരണാധികാരികളോട് മുഴുവൻ ചോദിക്കുന്നു. അതേ ചോദ്യം ജോർജ് ബുഷിനോട് ചോദിക്കുന്നു. അതേ ചോദ്യം സദ്ദാം ഹുസൈനോട് ചോദിക്കുന്നു. അത് തന്നെ ആവർത്തിക്കുന്നു മഹാനായ സയ്യിദ് കുത്തുബിനെ പോലെയുള്ള ലോകം കണ്ട പ്രഗത്ഭരായ വിപ്ലവകാരികളായ പണ്ഡിതന്മാരെ തൂക്കിലേറ്റിയ ജമാൽ അബ്ദുൽ നാസറിനോട് ചോദിക്കുന്നു. ആധുനിക ഫിറഔന്മാരോട് ചോദിക്കുന്നു. അതേ ചോദ്യം ഹാഫിദുൽ അസദിനോട് ചോദിക്കുന്നു. അതേപോലെ തന്നെ ക്രൂരനായി ഏകാധിപതിയായി ഭരിച്ച ഇറാനിലെ ഷായോട് ചോദിക്കുന്നു. പിടഞ്ഞു മരിച്ച മനുഷ്യർ ആ പ്രദർശന ഹാളിൽ ഇവരുടെ ക്രൂരമായ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച് മരിച്ചുപോയ മനുഷ്യർ ആ പ്രദർശന ഹാളിൽ അവരുടെ കർമ്മങ്ങൾ ചോദിക്കുന്നു അവരോട്, എന്തിനു വിരക്കുന്നു? ജീവനോടുകൂടി കുഴിയെടുത്ത് കുഴിച്ചുമൂടിയ പിഞ്ചോമന കുഞ്ഞുങ്ങൾ പെണ്ണായി പിറന്നു എന്നതിന്റെ പേരിൽ മാത്രം ആ കുട്ടികളെ ഇങ്ങനെ അണിയായി നിരത്തിയിട്ട് അറേബ്യയിലെ ക്രൂരന്മാരായ ഖുറൈശി കിങ്കരന്മാരോട് ചോദിക്കുന്നു, ഇതിൽ മൗദത്തു സുയിലത്ത്
ബിഅയ്യി ദംബിൻ ഖുതിലത്. എന്തിന് കുഞ്ഞുങ്ങളെ നിങ്ങളെ ഇങ്ങനെ കുഴിച്ചുമൂടി, ജീവനോടെ കുഴിച്ചുമൂടി? കൊല്ലാമായിരുന്നല്ലോ, കൊന്നിട്ട് കുഴിച്ചുമൂടിക്കൂടായിരുന്നോ? കുഴിച്ചുമൂടുന്ന പിതാവിന്റെ മുഖത്തേക്ക് വെപ്രാളത്തോടുകൂടി കണ്ണുനീര് വാർത്ത് നോക്കുന്ന പിഞ്ചോമന കുഞ്ഞിന്റെ മുഖത്ത് നോക്കി അതിന്റെ ശരീരത്തിലേക്കും തലയിലേക്കും മണ്ണ് മാന്തിയിടുവാൻ ക്രൂരത കാണിച്ച ആ പിതാക്കന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനിത് ചെയ്തു? അങ്ങനെ ഒരു ലോകത്തേക്ക് പോകേണ്ടവരാണ് ഞാനും നിങ്ങളും. ഒരിക്കലെങ്കിലും വീണ്ടും വിചാരം നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതം അവസാനിക്കുകയല്ലേ? നശ്വരമാണല്ലോ ഇത് അവസാനിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ആ പ്രദർശന ഹാളിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നോക്കിക്കണ്ടുകൊണ്ട് നീതിമാനായ പടച്ചവന്റെ വിധി തീരുമാനം വിചാരണയ്ക്ക് ശേഷം, അല്ലാഹുവേ, ഈ ലോകത്തെത്ര അപമാനിതരായാലും ആ ലോകത്ത് മാനം കെടാൻ പടച്ചവനെ ഒരിക്കലും നീ ഇടയാക്കരുതേ. വാഹിറു ദുആ അൽഹംദുലില്ലാഹ്.